ഹലോ മൈ ഡിയർ ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സമ്മറി സ്പോട്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിൽ വരുന്ന T.S.Eliot എന്ന ടോപ്പിക്കാണ്. ഓക്കെ, സോ ദ ക്രിട്ടിക് T.S.Eliot. He lived during the year 1888 to 1965. He was an American English poet, playwright, literary critic and editor, a leader of the modernist movement in poetry. അപ്പോൾ അദ്ദേഹം ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു, പ്ലേ റൈറ്റ് ആണ്, ഒരു ലിറ്റററി ക്രിട്ടിക്കാണ്, എഡിറ്ററാണ് ആൻഡ് മോഡേണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ പോയട്രീൻ്റെ ലീഡറാണ്. ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആർ The Waste Land, 4 Quartets, Tradition and Individual Talent, Hamlet and His Problems, The Metaphysical Poets, The Use of Poetry and the Use of Criticism, Poetry and Drama, On Poetry and Poets. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇൻ ദ ലൈഫ് ഓഫ് T.S.Eliot. ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. പിന്നെ ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സും ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ വി ലുക്ക് ഇൻ ടു ദ ഫീൽഡ് ഓഫ് ക്രിറ്റിസിസം. ഓക്കെ, സോ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, നമുക്ക് ആ ഒരു ചില ഇമ്പോർട്ടൻറ്റ് വർക്ക്സിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്, T.S.Eliotൻ്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് അബൌട്ട് പോയട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ T.S.Eliot in Tradition and Individual Talent, it is an essay which was published in the year 1919. So, Eliot challenges the common perception that a poet's greatness and individuality lie in their departure from their predecessors. He argues that the most individual parts of his work may be those in which the dead poets, his ancestors, assert their immortality most vigorously. അപ്പോൾ എന്താ പറഞ്ഞേ, ഒരു കോമൺ പെർസെപ്ഷനാണ് ഒരു പോയറ്റിൻ്റെ ഗ്രേറ്റ്നെസ് ഉള്ളത് അയാളെ ഇൻഡിവിജ്വാലിറ്റിയിലാണ്. ആൻഡ് ദർ ഇസ് എ ഡിപ്പാർച്ചർ ഫ്രം ദെയർ പ്രീഡിസിസർ, അവരുടെ പൂർവികന്മാരുടെ വർക്ക്സിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താലാണ് ഒരു ഗുഡ് പോയറ്റ്, ഗ്രേറ്റ് പോയറ്റ് ആവുക എന്നുള്ളൊരു കോമൺ പെർസെപ്ഷൻ ഉണ്ട്. ശരിക്കും അത് ശരിയല്ല എന്നാണ് ഏലിയറ്റ് പറയുന്നത്. എന്നിട്ട് ഏലിയറ്റ് പറയുന്നുണ്ട് ദ മോസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്സ് ഓഫ് ഹിസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ മോസ്റ്റ് ഇൻഡിവിജ്വൽ പാർട്ട് എന്ന് പറയുന്നത് അതിൽ ഡെഡ് പോയറ്റ്സ്, അദ്ദേഹത്തിൻ്റെ ആൻസെസ്റ്റേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആൻസെസ്റ്റേഴ്സ് മരണശേഷവും അതിൽ ജീവിക്കുന്നുണ്ട്. അതാണ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ആൻസെസ്റ്റേഴ്സിൻ്റെ വർക്കിനൊക്കെ ഒരു ഡെത്ത് ഇല്ല എന്നുള്ളതുപോലെ. അപ്പോൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ ട്രഡീഷൻ എന്നുള്ള കോൺസെപ്റ്റും ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്നുള്ള കോൺസെപ്റ്റും എന്താണ് എന്ന് T.S.Eliot പറയുന്നുണ്ട്. Tradition in the true sense of term cannot be inherited. It can only be obtained by hard labor. അപ്പോൾ ട്രഡീഷൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു സ്റ്റൈൽ, ആ ഒരു സമയത്തൊരു സ്റ്റൈൽ ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റൈൽ അല്ലേ. അപ്പം ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അത് ആ ഹാർഡ് ലേബറിലൂടെ മാത്രമേ അത് കിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നതല്ല. ഹാർഡ് വർക്ക് ചെയ്താലേ ട്രഡീഷൻ ഒരാൾക്ക് കിട്ടുള്ളൂ. ദിസ് ലേബർ ഇസ് ദ ലേബർ ഓഫ് നോയിങ് ദ പാസ്റ്റ് റൈറ്റേഴ്സ്. അപ്പോൾ ആ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഹാർഡ് ലേബർ എന്ന് പറയുന്നത് എന്താ, പാസ്റ്റ് റൈറ്റേഴ്സിനെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അതറിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് ട്രഡീഷൻ കിട്ടുള്ളൂ, എന്താണ് ട്രഡീഷൻ എന്നറിയുള്ളൂ. ഇറ്റ് ഈസ് ദ ക്രിട്ടിക്കൽ ലേബർ ഓഫ് സിഫ്റ്റിംഗ് ദ ഗുഡ് ഫ്രം ദ ബാഡ് ആൻഡ് ഓഫ് നോയിങ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് യൂസ്ഫുൾ. അപ്പോൾ അവിടെ ഒരു ക്രിട്ടിക്കൽ ലേബർ ഉണ്ട്. ക്രിട്ടിക്കലായിട്ട് ആ ആൾക്ക് ചെയ്യാൻ പറ്റണം, എന്ത് ഗുഡും ബാഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം, ഏതാണ് യൂസ്ഫുൾ ഏതാണ് യൂസ്ലെസ് എന്നൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. ട്രഡീഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ബൈ ദോസ് ഹു ഹാവ് ദ ഹിസ്റ്റോറിക്കൽ സെൻസ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ സെൻസും നല്ല നോളജും അബൌട്ട് പ്രീവിയസ് റൈറ്റേഴ്സ് ആൻഡ് ഹിസ്റ്ററി, നല്ല നോളജും ഒന്നും ഇല്ലാത്തവർക്ക് ഒബ്റ്റെയിനിങ് ട്രഡീഷൻ ഇസ് ഡിഫിക്കൾട്ട്. ദ ഹിസ്റ്റോറിക്കൽ സെൻസ് ഇൻവോൾവ്സ് എ പെർസെപ്ഷൻ നോട്ട് ഓൺലി ഓഫ് പാസ്റ്റ്നെസ് ഓഫ് ദ പാസ്റ്റ് ബട്ട് ഓൾസോ ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ്. അപ്പം ഒരു പാസ്റ്റ്നെസ് മാത്രം അറിഞ്ഞാൽ പോരാ, മുൻപത്തത് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ പ്രസൻസ് എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി അറിയണം. സോ എ പേഴ്സൺ ഷുഡ് ഹാവ് ഗുഡ് ഹിസ്റ്റോറിക്കൽ സെൻസ് ഓർ നോളജ് ടു ഹാവ് ട്രഡീഷൻ. അപ്പോൾ ട്രഡീഷൻ ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് എന്ത് വേണം, നല്ല ഹിസ്റ്റോറിക്കൽ സെൻസ് വേണം. പാസ്റ്റ്നെസ് മാത്രം അറിഞ്ഞാൽ പോരാ, പ്രസൻസും അറിയണം. ഓക്കെ,
To know the tradition, the poet must judge critically what are the main trends and what is not. അപ്പോൾ ഒരു ട്രഡീഷൻ അറിയാൻ പോയറ്റ് ക്രിട്ടിക്കലി ജഡ്ജ് ചെയ്യണം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മെയിൻ ട്രെൻഡുകൾ എന്തൊക്കെയാണ് ട്രെൻഡ് അല്ലാത്തത് എന്നൊക്കെ ഒരു പോയറ്റ് പഠിക്കണം. He must confine himself to main trend to the exclusion of all that is incidental or topical. അപ്പോൾ ഒരു റൈറ്റർക്ക് ഇൻസിഡൻ്റലായിട്ട് അല്ലെങ്കിൽ ടോപ്പിക്കലായിട്ട് അവരിലേക്ക് വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അയാൾക്ക് എഴുതാൻ തോന്നുന്നത് അത് ചിലപ്പോൾ അയാൾ മാറ്റി വെച്ചിട്ട് ട്രെൻഡിന് കൂടെ പോവേണ്ടി വരും. ഓക്കെ, ഹി മസ്റ്റ് കൺഫൈൻ ഹിംസെൽഫ് ടു ദ മെയിൻ ട്രെൻഡിൻ്റെ കൂടെ പോവേണ്ടി വരുന്നു. ട്രെൻഡിനനുസരിച്ച് റൈറ്റിങ്സ് എഴുതേണ്ടി വരും. The poet must possess the critical gift in ample measure. അപ്പോൾ ആ പോയറ്റിന് ഒരു ആംബിൾ മെഷറിൽ ആവശ്യമായ ഒരു അളവിൽ എന്ത് വേണം? ഒരു ക്രിട്ടിക്കൽ ഗിഫ്റ്റ് വേണം. ആ ക്രിട്ടിക്കൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ക്രിട്ടിക്കൽ പവർ വേണം. ഓക്കെ, ടു ഡിഫറൻഷിയേറ്റ് ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് ടു നോ അബൌട്ട് ദ ഹിസ്റ്ററി ആൻഡ് ടു നോ അബൌട്ട് ദ ആൻസെസ്റ്റേഴ്സ് ആൻഡ് ഓൾ. He must also realize that the main literary trends are not determined by the great poets alone. Small poets are also significant. They are not to be ignored. അപ്പം ഒരു ലിറ്റററി ട്രെൻഡ് അറിയണമെങ്കിൽ ഗ്രേറ്റ് പോയറ്റ്സിനെ പറ്റി മാത്രം സ്റ്റഡി ചെയ്താൽ പോരാ, സ്മോളർ പോയറ്റ്സിനെ പറ്റിയും നോക്കേണ്ടതുണ്ട് ആ ഒരു ട്രെൻഡ് അറിയണമെങ്കിൽ എന്നാണ് T.S. Eliot പറയുന്നത്. ദേ ആർ നോട്ട് ടു ബി ഇഗ്നോർഡ്. ദ സ്മോൾ പോയറ്റ്സിനെ ഇഗ്നോർ ചെയ്യരുത്. Now, theory of impersonality. T.S. Eliot ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് പറയുന്ന മറ്റൊരു കാര്യമാണ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. Theory of impersonality is related to the relationship of the poet to its author. അപ്പോൾ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പോയറ്റും അതിൻ്റെ ഓഥറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പോയറ്റും ഓഥറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താ? അത് എഴുതുന്ന ആളും ഒറിജിനൽ ആ മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, സോ T.S. Eliot believes that a poem has complex and vital relation to its author. സോ അക്കോർഡിംഗ് ടു T.S. Eliot ഒരു പോം അതിൻ്റെ ഓഥറിനായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ്. സ്ട്രേഞ്ച്ലി ഇനഫ് ദ ക്രിയേഷൻ ഓഫ് എ പോയം ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പേഴ്സണൽ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ പോയറ്റ്. ഓഥറിൻ്റെ ഇമോഷൻസോ ഫീലിങ്സോ വെച്ചിട്ടൊന്നും ചെയ്യാനില്ല. He reasons it because the art emotion is different from the personal emotions of the poet. അപ്പം ഒരു ഇംപേഴ്സണാലിറ്റി, നമ്മളൊരു വർക്ക് എഴുതുമ്പം നമ്മൾ ഇംപേഴ്സൺ ആവണം. നമ്മൾ ആ ഒരു നമ്മളുടെ ഫീലിങ്സ് ഒന്നും അതിൽ കാണിക്കരുത്, ഇമോഷൻസ് ഒന്നും അതിൽ കാണിക്കരുത് എന്നാണ് T.S. Eliot പറയുന്നത്. അതാണ് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി. ഇംപേഴ്സണൽ ആവുക, നമ്മളല്ലാതെ ഒരു ഓഥർ ആവുക. സോ ഹി റീസൺസ് ഇറ്റ് ബിക്കോസ് ദ ആർട്ട് ഇമോഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ പേഴ്സണൽ ഇമോഷൻസ് ഓഫ് ദ പോയറ്റ്. ഓക്കെ, ബിക്കോസ് ആർട്ട് ഇമോഷനും പേഴ്സണൽ ഇമോഷനും ഡിഫറെൻ്റ് ആണ് എന്നാണ് T.S. Eliotൻ്റെ തിയറി. ഇൻ ദ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്, വിച്ച് വാസ് എൻ essay published in 1919, Eliot praises the literary tradition and states that the best writers are those who write with a sense of continuity with those writers who came before. So Eliot പറയുന്നത് ഒരു ലിറ്റററി ട്രഡീഷൻ അദ്ദേഹം പ്രൈസ് ചെയ്യാണ്. എന്നിട്ട് പറയാണ് ബെസ്റ്റ് റൈറ്റേഴ്സ് ആരാണ്? ദോസ് ഹൂ റൈറ്റ് വിത്ത് എ സെൻസ് ഓഫ് കണ്ടിന്യൂയിറ്റി. അപ്പം മുൻപുള്ള റൈറ്റേഴ്സിനെ അറിയുകയും അവരുടെ നിന്നൊരു കണ്ടിന്യൂയിറ്റി പോലെ, ഒരു കണ്ടിന്യൂവേഷൻ പോലെ എഴുതുകയും ചെയ്യുന്ന ആളാണ് ഗ്രേറ്റ് റൈറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എ ഗ്രേറ്റ് റൈറ്റർ ഓർ എ ബെസ്റ്റ് റൈറ്റർ ഷുഡ് നോ അബൌട്ട് ദ ട്രഡീഷൻ ആൻഡ് അബൌട്ട് ഹിസ് ആൻസെസ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ. As if all of literature constituted a stream in which each new writer must enter and swim. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു സ്ട്രീമാണ്, ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കാണ്, അതിൽ എല്ലാവരും ഇറങ്ങി നീന്തണം എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അവിടെ പ്രീവിയസ് ആൾക്കാരിൽ നിന്നും ഒരു കണ്ടിന്യൂയിറ്റി വേണം ഓതേഴ്സിൻ്റെ റൈറ്റിങ്സിന് എന്നാണ് പറയുന്നത്. ഹി കമ്പയർസ് ദ മൈൻഡ് ഓഫ് ദ പോയറ്റ് ടു എ കാറ്റലിസ്റ്റ് and the process of poetic creation to the process of a chemical reaction. ഓക്കെ, പിന്നെ അദ്ദേഹം ഈ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന എസ്സേയിൽ ഒരു പോയറ്റിൻ്റെ മൈൻഡിനെ ഒരു കാറ്റലിസ്റ്റായിട്ടും പിന്നെ ഈ പോയറ്റിക് ക്രിയേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ ഒരു കെമിക്കൽ റിയാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പോയം ഉണ്ടാവുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെയാണ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷന് പ്രചോദനമാവുന്ന, അതിനെ ഒന്ന് പുഷ് ചെയ്യുന്ന ഒരു സംഭവമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പോയറ്റിൻ്റെ മൈൻഡ് ഒരു കാറ്റലിസ്റ്റാണ്.
പോയട്രി അല്ലെങ്കിൽ ആ ഒരു പോയറ്റിക് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനുമായിട്ടാണ് T.S. Eliot കമ്പയർ ചെയ്യുന്നത്. Just as chemical reactions takes place in place of a catalyst alone, so also the poet's mind is the catalytic agent for combining different emotions into something new. അപ്പോൾ ഒരു പോയറ്റിൻ്റെ മൈൻഡ് ഒരു കറ്റാലിറ്റിക് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് പല ഇമോഷൻസും കമ്പൈൻ ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് പോലെ ആ ഒരു പോയറ്റിക് ക്രിയേഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവുമല്ലോ, പല സാധനങ്ങൾ, സബ്സ്റ്റൻസസ്, അതിന് പകരം ഇവിടെ എന്താ, ഇമോഷൻസ് ആണ്. കറ്റാലിറ്റിക് ഏജൻറ്റ് ആ കെമിക്കൽ റിയാക്ഷൻ പോസിബിൾ ആക്കുന്നത്, അത് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാ, പോയറ്റിൻ്റെ മൈൻഡാണ്. റിസൾട്ട് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് പോയട്രി ആണ്. ഓക്കെ, ആർട്ട് വർക്ക്സ് ആണ്. അപ്പം ആ ക്രിയേഷൻ ഒരു കെമിക്കൽ പ്രോസസ്സാണ്, ദ പോയറ്റിക് ക്രിയേഷൻ. Suppose there is a jar containing oxygen and sulfur dioxide. These two gas combine to form sulfurous acid. When a fine filament of platinum is introduced into a jar. അപ്പോൾ ഒരു ജാറിൽ ഓക്സിജനും ഉണ്ട് സൾഫർ ഡയോക്സൈഡും ഉണ്ട്. അത് സൾഫറസ് ആസിഡ് ആവലപ്പയാ ഒരു പ്ലാറ്റിനം ഫിലമെൻ്റ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്. The combination takes place only in the presence of the piece of platinum, but the metal itself does not undergo any change. It remains inert, neutral and unaffected. അപ്പോൾ പ്ലാറ്റിനം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, പ്ലാറ്റിനം ഫിലമെൻ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഓക്സിജനും സൾഫർ ഡയോക്സൈഡും കൂടി സൾഫറസ് ആസിഡ് ആയി മാറുന്നത്. പക്ഷേ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്ലാറ്റിനം ഫിലമെൻറ്റിന് അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. അതുപോലെയാണ് അവിടെ പ്ലാറ്റിനം ഫിലമെൻ്റ് എന്ന് പറയുന്നൊരു കറ്റാലിസ്റ്റാണ്, കറ്റാലിറ്റിക് ഏജൻ്റാണ്. അതുപോലെയാണ് പോയറ്റിൻ്റെ മൈൻഡ്. The mind of the poet is like the catalytic agent. New combinations of emotions and experiences must take place, but it does not undergo any change during the process of poetic combination. അപ്പോൾ ആ കറ്റാലിറ്റിക് ഏജൻ്റായ പോയറ്റിൻ്റെ മൈൻഡിന് ആ ഒരു പ്രോസസ്സിൽ ഒരു ചേഞ്ചും വരില്ല. The experiences which enter the poetic process, says Eliot, may be of two kinds. അപ്പോൾ പോയറ്റിക് പ്രോസസ്സിൽ എൻ്റർ ചെയ്യുന്ന എക്സ്പീരിയൻസുകൾ, ഈ എക്സ്പീരിയൻസുകളിൽ നിന്നാണ് പോയട്രി ഉണ്ടാകുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ട് കൈൻഡ്സ് ആവാം. ഒന്നെങ്കിൽ ഇമോഷൻസ് ആവാം, അല്ലെങ്കിൽ ഫീലിങ്സ് ആവാം. ദേ ആർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, സോ പോയട്രി മേ ബി കമ്പോസ്ഡ് ഔട്ട് ഓഫ് ഇമോഷൻസ് ഓൺലി ഓർ ഔട്ട് ഓഫ് ഫീലിങ്സ് ഓൺലി ഓർ ഔട്ട് ഓഫ് ബോത്ത്. അപ്പോൾ ഇമോഷൻസ് മാത്രം വെച്ചിട്ടും ഫീലിങ്സ് മാത്രം വെച്ചിട്ടും രണ്ടും കമ്പൈൻ ചെയ്തിട്ടും പോയട്രി ഫോം ചെയ്യാം. Eliot next compares the poet's mind to a jar or receptacle in which are stored numberless feelings, emotions, etc., which remains there in an unorganized and chaotic form till all the particles which can unite to form a new compound are present together. Thus, poetry is an organization rather than inspiration. ഓക്കെ, അപ്പോൾ പോയറ്റിൻ്റെ മൈൻഡ് ഒരു ജാറ് പോലെയാണ്. ആ ജാറിൽ ഒരുപാട് ഫീലിങ്സ്, ഇമോഷൻസൊക്കെ ഒരു കയോട്ടിക് ഫോമിൽ, ഒരു ഓർഡർ അല്ലാതെ കിടക്കുന്നുണ്ടാവും, അൺഓർഗനൈസ്ഡ് ആയിട്ട്. അപ്പം അത് ഓർഗനൈസ്ഡ് ആവൽ എപ്പോഴാണ്, എല്ലാ പാർട്ടിക്കിൾസും യുണൈറ്റ് ആവുന്നത് ഒരു പുതിയൊരു കോമ്പൗണ്ട് അവിടെ വരുമ്പോഴാണ്. അപ്പോൾ ആ ഇമോഷൻസും ഫീലിങ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിന്, ആ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ്, അതാണ് പോയട്രി എന്നും T.S. Eliot പറയുന്നുണ്ട്. അപ്പോൾ പോയട്രി ഈസ് ആൻ ഓർഗനൈസേഷൻ റാദർ ദാൻ ആൻ ഇൻസ്പിറേഷൻ. അപ്പോൾ ഒരു ഇൻസ്പിറേഷനിലുപരി പോയട്രി ഒരു ഓർഗനൈസേഷൻ ആണെന്നാണ് T.S. Eliot പറയുന്നത്. ഓർഗനൈസ് ചെയ്യുക, ഓർഡർ ആക്കുക ഈ ഫീലിങ്സ്, ഇമോഷൻസൊക്കെ, അതാണ് പോയട്രി എന്നാണ് T.S. Eliot പറയുന്നത്. അപ്പോൾ T.S. Eliotൻ്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ് എന്ന് പറയുന്ന വർക്കിൽ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. ട്രഡീഷനെ പറ്റി, ഒരു ബെസ്റ്റ് റൈറ്റർ ആരായിരിക്കണം എന്നുള്ളത്, വാട്ട് ഇസ് പോയട്രി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റിയാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസാണ്. അതിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആണ്. ദ തിയറി ഓഫ് ദ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്കൽ കോൺസെപ്റ്റ് ഓഫ് T.S. Eliot. The term objective correlative was first used by American painter Washington Allston in 19th century, and later it was revived by Eliot. Okay. So the term objective correlative ആദ്യം യൂസ് ചെയ്തത് അമേരിക്കൻ പെയിൻറ്റർ വാഷിങ്ടൺ ആൽസൺ ആണ്. ബട്ട് ഏലിയറ്റ് ആണ് വീണ്ടും അതിന് മീനിങ് ഒക്കെ കൊടുത്ത് അതൊരു മീനിങ് ഫുൾ
ടേം ആക്കിയത്. Eliot formulated his doctrine of the objective correlative in his essay on Hamlet and his problems. Hamlet and his problemsലാണ് അപ്പം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി പറയുന്നത്. According to Eliot, the poet cannot communicate his emotions directly to the readers. He has to find some object suggestive of it, and only then he can evoke the same emotion in his readers. ഇപ്പോൾ Eliot പറയുന്നത് ഒരു പോയറ്റിന് ആ റീഡേഴ്സിനോട് ഡയറക്റ്റ് വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ ഒരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒബ്ജക്റ്റിലൂടെ ആയിരിക്കും ഓഥറിന് പറയാനുള്ളത് അല്ലെങ്കിൽ പോയറ്റിന് പറയാനുള്ളത് റീഡേഴ്സിനെ അറിയിക്കുക. അപ്പോൾ മാത്രമേ റീഡേഴ്സിൽ ആ ഒരു ഇമോഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് ഏലിയറ്റ് പറയുന്നത്. അപ്പോൾ അതാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുക പോയറ്റിൻ്റെ കൺസെപ്റ്റ്, അത് റീഡേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, so this objective correlative is a set of objects, a situation, a chain of events which shall be the formula of that particular emotion. അപ്പോൾ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആവാം, ഒരു സിറ്റുവേഷൻ ആവാം, ഒരു ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ആവാം. ഓക്കെ, സച്ച് ദാറ്റ് വെൻ ദ എക്സ്റ്റേണൽ ഫാക്ട്സ് which must terminate in sensory experience are given, the emotion is immediately evoked. അപ്പോൾ ആ ഒബ്ജക്റ്റ് അതൊരു ഒബ്ജക്റ്റ് ആവാം, സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റ്സ് ആവാം. അതിൻ്റെ കൂടെ വേറൊരു സെൻസറി എക്സ്പീരിയൻസും കൂടെ ചേരുമ്പം ആ റീഡറിൽ ഇമോഷൻസ് ഇവോക്ക്ഡ് ആവും. സോ ദാറ്റ് ഈസ് ഹൗ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഇസ് ഫങ്ഷനിങ്. Briefly speaking, what Eliot means by the doctrine of the objective correlative is that a great work of art is nothing but a set of conceptual symbols or correlatives which endeavor to express the emotions of the poet, and these symbols constitute the total vision of the creative artist. So according to ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആൻഡ് ഏലിയറ്റ്, ഒരു ഗ്രേറ്റ് വർക്കിൽ ഒരുപാട് സിമ്പിൾസും കോറിലേറ്റീവ്സും ഒബ്ജക്ട്സ് ഒക്കെയാണ് അപ്പോൾ ഉണ്ടാവുക. അതിലൂടെയാണല്ലോ റീഡറിന് ആ ഒരു ഇമോഷൻ എത്തിച്ചു കൊടുക്കുന്നത്, ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, so Eliot cites an example to prove his doctrine from Shakespeare's Macbeth. അപ്പോൾ ഏലിയറ്റ് ഷേക്സ്പിയറിൻ്റെ മാക്ബത്തിൽ നിന്നൊരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഈ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നതിന്, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിന്. In Macbeth, the dramatist has to convey the mental agony of Lady Macbeth, and he does so in the sleep-walking scene. ഇപ്പോൾ ലേഡി മാക്ബത്തിൻ്റെ ഒരു മെൻ്റൽ പ്രശ്നങ്ങൾ കാണിക്കണം എന്നുണ്ട് ഡ്രാമാറ്റിസ്റ്റിന് മാക്ബത്തിൽ. അപ്പം ഷേക്സ്പിയർ എന്ത് ചെയ്തു, ദ സ്ലീപ്പ് വാക്കിംഗ് സീന് അതിൽ ക്രിയേറ്റ് ചെയ്തു. ആ സീന് കാണുമ്പം ആ റീഡേഴ്സിന് ആ ഒരു ഇമോഷൻ, ലേഡി മാക്ബത്തിൻ്റെ മെൻ്റൽ അഗണി മനസ്സിലാക്കാൻ പറ്റും. Not through the description, but an unconscious repetition of her past actions. Her mental agony has been made objective so that it can as well be seen by the eyes as felt by the heart. Okay, അപ്പോൾ അത് കാണാൻ മാത്രമല്ല അത് ഫീൽ ചെയ്യാനും കൂടെ പറ്റും. The external situation is adequate to convey the emotions. അപ്പോൾ ഒരു ഡ്രാമ ഒക്കെ ആവുമ്പം എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും ആ ഇമോഷൻസ് ആ ഒരു വ്യൂവറിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. Instead of communicating the emotions directly to the reader, the dramatist has embodied them in a situation or a chain of events which suitably communicates the emotion of the reader. Okay, അപ്പോൾ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷനിലൂടെ ലേഡി മാക്ബത്തിൻ്റെ സിറ്റുവേഷൻ പറയുന്നതിന് പകരം അതിനുള്ള സറൗണ്ടിങ്സ്, ഒബ്ജക്ട്സ്, അതിനുള്ള സീൻസ്, ഓക്കെ, പാസ്റ്റ് സീൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കുമ്പം ആ ഒരു ഇമോഷൻ, ലേഡി മാക്ബത്തിൻ്റെ ഇമോഷൻ വ്യൂവേഴ്സിന് കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏലിയറ്റിൻ്റെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന വർക്കിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. Now we have to go through one of his another important work, that is the metaphysical poets. അപ്പം മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന വർക്കിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് T.S. Eliot ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. So dissociation of sensibility is another concept introduced by T.S. Eliot in his essay The Metaphysical Poets in 1921. Dissociation of sensibility means separation of thought and feeling. അപ്പോൾ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി ഡിസോസിയേറ്റ് ചെയ്യുക, അല്ലേ? സെൻസിബിലിറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടേമിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് സെൻസിബിലിറ്റി. അപ്പം ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സെപ്പറേഷൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ്. തോട്ടും
ഫീലിംഗ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റീഡറിൻ്റെ തോട്ട് വേറെയും അയാളുടെ സ്വന്തം ഫീലിങ്സും വേറെ, അത് രണ്ടും വേറെ വേറെ ആക്കി സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്നത്. നൗ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി മീൻസ് യൂണിയൻ ഓഫ് തോട്ട് ആൻഡ് ഫീലിംഗ് അല്ലേ. അപ്പോൾ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റിയാണ് അതിൻ്റെ ഓപ്പോസിറ്റ്, തോട്ടും ഫീലിങ്ങും ഒരുമിച്ച് കൂട്ടാം. Now, it refers to the way in which intellectual thought was separated from the experience of feeling in 17th century poetry. അപ്പോൾ 17th century പോയട്രിയിൽ ഇൻ്റലക്ച്വൽ തോട്ടും പിന്നെ ഓഥറിൻ്റെ ഹിസ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഫീലിങ്സ് അതൊക്കെ വേറെയും സെപ്പറേറ്റഡ് ആയിരുന്നു. സോ ആ ഓഥറിൻ്റെ വർക്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫീലിങ്സ് മനസ്സിലാവില്ല, അത് മറ്റൊരു ഇൻ്റലക്ച്വൽ തോട്ടായിരിക്കും. സോ ദർ ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി വാസ് ദർ ഡ്യൂറിങ് ദാറ്റ് century. So these are the important points you have to go through T.S.Eliot in this chapter. അപ്പം ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ്, പിന്നെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്. അപ്പം മെറ്റാഫിസിക്കൽ പോയറ്റ്സിലാണ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിൽ തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. So this is all about T.S.Eliot in this module. So I hope this video was useful for you. If this was useful, please do consider subscribing to this channel. So that's all. Thank you.